മീനാക്ഷിയെ കാക്ക കൊത്തുമോ? ചിലർക്ക് എന്തോ ഒരു സംശയം പോലെ. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു എന്ന് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ അമ്മമാർ നമുക്ക് പാടി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മീനൂട്ടിയെ കൊത്തുമെന്ന് പറഞ്ഞ കാക്ക ഇത് തന്നെയാണോ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിച്ചു പോയതാണേ. പഴയതുപോലല്ല. ഇപ്പോൾ പലതരം കാക്കകളെപ്പറ്റി പഠിപ്പിക്കുന്ന കാലമാണ്. നമ്മുടെ രണ്ട് മിടുക്കി കുട്ടികൾ ദേവനന്ദയും മീനാക്ഷിയും. അവരുടെ കുഞ്ഞു വായിലെ വലിയ വർത്തമാനങ്ങൾ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നേ ചിലർക്കൊരു ധാരണയുണ്ട്. ഈ കുട്ടികൾക്കൊന്നും ഒന്നും അറിയില്ല, അവർക്ക് ചിന്തിക്കാനേ കഴിവില്ല. മറ്റുള്ളവർ പറയുന്നു, അവർ കേൾക്കുന്നു. ഇത് വെറും തെറ്റായ ധാരണയാണ് കേട്ടോ. ഒരു കുട്ടിക്ക് അവൻ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുവാനുള്ള അവസരം ലഭിക്കുമ്പോൾ അവൻ്റെ ആത്മവിശ്വാസം വളരുന്നു. ഞാനും ഒരു വ്യക്തിയാണെന്നും എൻ്റെ അഭിപ്രായത്തിനും വിലയുണ്ടെന്നുമുള്ള ബോധം കുട്ടികളിൽ വളരും. കുട്ടികളുടെ ശബ്ദം മുതിർന്നവർ പൂർണ്ണ മനസ്സോടെ കേൾക്കുമ്പോൾ അവിടെ അവർക്കുള്ള സ്നേഹവും കരുതലും സുരക്ഷയും ഉറപ്പാവുകയാണ് ചെയ്യുന്നത്. ആഗ്രഹങ്ങളും ആശങ്കകളുമൊക്കെ തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാകുന്നതിലൂടെ നല്ല വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കുഞ്ഞു ദേവനന്ദയും മീനൂട്ടിയുമൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ ധൈര്യസമേതം സമൂഹത്തിന് മുൻപിൽ പറയുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? നാളെ നമ്മുടെ നാടിൻ്റെ നാവുകൾ ആവേണ്ടവർ തന്നെയല്ലേ ഈ കുട്ടികൾ. അവർക്ക് കാക്കയെയും പരുന്തിനെയും ഭയമുണ്ടാകില്ല. കാരണം അവർക്കറിയാം അവർ ജീവിക്കുന്നത് കാക്കയും പരുന്തും മാത്രമല്ല, പാമ്പും പഴുതാരയും ജീവിക്കുന്ന ലോകത്താണെന്ന്.